നമസ്കാരം. ഞാനിന്നൊരു ചെറിയ മത്തൻ വഴറ്റിയെടുക്കലാണ് പായസം വെക്കാനും അടയിലുണ്ടാക്കാനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിളഞ്ഞ മൂപ്പത്തിയ മത്തനാണ് ഉപയോഗിക്കേണ്ടത്. അത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായതിനു ശേഷം മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കണം. കുക്കറിൽ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കുക്കർ അടക്കുക. ഞാനൊരു 6-7 ആണി വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ഒന്ന് തണിയട്ടെ. ഉരുളി വെച്ചിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചതിന് പിന്നെ വേവിച്ച കുമ്പളങ്ങ ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം, മത്തൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരു വിസിലടിച്ചിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞുണ്ട്. കുറുക്കിയെടുക്കാം. മത്തൻ്റെ വെള്ളമെല്ലാം 2 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ചേർത്ത് കൊടുത്തു. മത്തൻ വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വറ്റിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചുകൊണ്ട് വെള്ളം കൃത്യം. എന്നാലും ആ 1/4 ഗ്ലാസ് വെള്ളം ഇതിലുണ്ടായിരുന്നു. എന്നാലും വെള്ളം ഒഴിക്കാണ്ട് വേവിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചൂടാകുമ്പോൾ കുറച്ച് സമയം ആദ്യത്തെ ചൂടിന് അടിക്ക് പറ്റാൻ ശ്രമിക്കും. പിന്നെ മത്തൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇതിപ്പം പെട്ടെന്ന് വെള്ളമില്ലാതെ കൊണ്ട് കുറുകി കിട്ടി. ഇനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് ഇങ്ങനെ തെറിക്കൊന്നുമില്ല. തെറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെയ്യ് ചേർത്താൽ തെറിക്കൽ കുറയും. നന്നായി കുറുകിയിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ ഏലക്കായ, ചുക്ക്, ജീരകമെല്ലാം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിത് പായസം അന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ സമയം ചേർക്കാൻ നേരത്തിട്ട് ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. നെയ്യ്, മധുരമെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യലായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.